എൻ്റെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യം ബാധിച്ചിരിക്കുക. അവരുടെ കൂടെയുള്ള ആശുപത്രി പ്രവേശനം എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുക. ഓരോ വർഷത്തെ എൻ്റെ ചെലവുകളിൽ ഈ മെഡിക്കൽ ചെലവുകളാണ് ഏറ്റവും കൂടുതൽ. ഈ ബില്ലുകളെല്ലാം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അതിനിടയിലാണ് XYZ ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാങ്ങുവാൻ ആളുകളോട് അഭ്യർത്ഥിക്കുന്ന ഒരു പരസ്യം ഞാൻ കണ്ടത്. എൻ്റെ താല്പര്യം കണ്ട് സെയിൽസ് ടീമിന് വലിയ സന്തോഷമായി. എൻ്റെ കാര്യങ്ങളിൽ പെട്ടെന്ന് ചെയ്തു തരാൻ അവർക്ക് സന്തോഷമായിരുന്നു. ഒപ്പം ഒരു പോളിസി കൂടെ അവർക്ക് വിൽക്കാമല്ലോ. എന്തായാലും ഞാൻ അവരെ പോയി കണ്ടു. സർ, ഇതാണ് പ്രപ്പോസൽ ഫോറം. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നടത്തേണ്ട പരിശോധനകൾ രേഖപ്പെടുത്തേണ്ടത് ഇതിലാണ്. ഇത് ഇൻഷുറൻസിന്റെ പ്രോസ്പെക്ടസ്. സാർ ഇതൊന്ന് നോക്കൂ. വളരെ വിവരിച്ചു കൊടുത്തിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളിലൂടെ ഞാനൊന്ന് കണ്ണോടിച്ചു. പ്രോസ്പെക്ടസിൽ പ്രസ്താവിക്കുന്നത് പ്രകാരം പ്രതികൂലമായ മെഡിക്കൽ സ്ഥിതി ആണെന്നതിനാൽ എൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ മിക്ക രോഗങ്ങൾക്ക് ഉടനെ പരിരക്ഷ കിട്ടാനൊന്നും സാധ്യതയില്ല. അതിനായി ഇപ്പോൾ 3-4 വർഷം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. പോരാത്തതിന് ചെലവുകൾ ഇൻഷുറൻസ് കമ്പനി വഹിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഇത്രയധികം പരിശോധനകൾ ആര് നടത്തും? എനിക്കതല്ല എൻ്റെ കൈ നിർത്തി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ, എൻ്റെ മാതാപിതാക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ അവർക്ക് യാതൊരു അസുഖവും ഇല്ല. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ അഭ്യർത്ഥനാ പത്രത്തിൽ താങ്കൾക്ക് അങ്ങനെ പ്രസ്താവിക്കാം. അപ്പോൾ മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. ഞാൻ അവർക്ക് വേണ്ടി ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തീരുമാനിച്ചത്. അതൊരു നല്ല കാര്യമാണ്. ഭാവിയിൽ അത് ഉപകാരപ്പെടും. രണ്ടുപേരും മെഡിക്കലി ആരോഗ്യമുള്ളവരാണെന്ന് പ്രസ്താവിക്കുന്ന പ്രപ്പോസൽ ഫോംസ് ഞാൻ പൂരിപ്പിച്ചു കൊടുത്തു. യാതൊരു മുൻകാല ചരിത്രവും ഉള്ളതായി പ്രസ്താവനയിൽ പറഞ്ഞിട്ടില്ല. കഷ്ടമെന്ന് പറയട്ടെ. അടുത്ത 2 മാസത്തിനകം എൻ്റെ അമ്മയെ ഒരു ഹൃദ്രോഗ പ്രശ്നത്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ക്യാഷ്ലെസ് ചികിത്സയ്ക്കായി ഞാൻ ഇൻഷുററുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് TPAക്ക് അപേക്ഷ അയച്ചു. TPA ഈ അഭ്യർത്ഥന നിരസിച്ചത് എന്നെ ഞെട്ടിച്ചു. ഈ രോഗം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസായി കണ്ടതുകൊണ്ടാണ് TPA എൻ്റെ അപേക്ഷ നിരസിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നിരസിക്കുന്ന എന്ത് കാരണത്താലാണ്? പ്രപ്പോസൽ ഫോം നിങ്ങൾ കണ്ടല്ലേ? അവർ ആരോഗ്യവതിയും യാതൊരു രോഗമില്ലാത്തവരാണെന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലേ? പക്ഷേ സർ, അവർക്ക് ഇതിനകം തന്നെ ഹൃദ്രോഗ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അകത്തൊരു സ്റ്റെന്റ് ഉണ്ട്. ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് വ്യക്തമായി കാണുന്നുമുണ്ട്. രഞ്ജൻ, താങ്കൾക്ക് എങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു? വാസ്തവങ്ങൾ മറച്ചുവെച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? മാത്രമല്ല, താങ്കൾ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് നേരത്തെ എടുത്തിട്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഭാവിയിൽ ഒരിക്കലും താങ്കൾക്ക് പരിരക്ഷ ലഭിക്കുകയില്ല. ഇപ്പോൾ നഷ്ടം താങ്കൾക്കാണ്. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. മോഹൻ, ഈ ഉപദേശത്തിന് വളരെ വളരെ നന്ദി കേട്ടോ. എല്ലാ പ്രസക്ത വിവരങ്ങളും നൽകിക്കൊണ്ട് അഭ്യർത്ഥനാപത്രം സത്യസന്ധമായി പൂരിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഓർമ്മിക്കുക.